നമസ്കാരം, അമൃതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ അപ്പോൾ ഒരു നല്ല ഓഫർ ഉണ്ടായിരുന്നു. അത് സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് 4. അപ്പം ഞാനിത് വാങ്ങിച്ചെന്നുള്ള കാര്യം CMF ബൈ നത്തിങ് എന്ന് പറയുന്ന വാച്ചിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഏതാണ്ട് 2 മാസം യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് അൺബോക്സ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല, കാരണം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൽ എനിക്ക് ഒന്ന് വാങ്ങിച്ച സമയത്തൊരു 8,000 സംതിങ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കോസ്റ്റ്. അപ്പം ഇങ്ങനെയായിരുന്നു. ഇതിനകത്ത് ഇവരുടെ ഡീഫോൾട്ടായിട്ടുള്ള സ്ട്രാപ്പാണ് ഈ ഇരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാച്ച് ഇടുന്ന സമയത്ത് ഇതിൻ്റെ വാച്ചിൻ്റെ ഈ ഒരു അലുമിനിയം ബെസലെല്ലാം കൂടെ ഇങ്ങനെ തള്ളി നിൽക്കുകയും ചെയ്യും. എന്നാൽ സ്ട്രാപ്പ് നല്ല റബ്ബറിയാണ്. ഐ മീൻ സിലിക്കൺ ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം നല്ല റബ്ബറി ആയിട്ടാണ് എനിക്കിത്, നല്ല ഇലാസ്റ്റിസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റബ്ബറി ഫീലാണത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. വേറെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഒരു ഇഷ്യൂസ് എനിക്ക് വന്നില്ല. അപ്പോൾ ഞാനിത് മാറ്റാനുള്ള കാരണം ഇതുപോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. ഞാൻ 44mm സൈസിലുള്ളതാണ് വാങ്ങിച്ചത്. അപ്പോൾ 44mm സൈസ് ആയതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ ബെസൽ ഭയങ്കര വലുതാണ്. ബെസൽ മാത്രം ഇങ്ങനെ തള്ളി നിൽക്കും, അല്ലെങ്കിൽ ആ വാച്ചെല്ലാം കൂടെ ഇങ്ങനെ വലിയൊരു ഡൂം പോലെ നിൽക്കുകയും ചെയ്യും. പക്ഷേ സ്ട്രാപ്പ് നല്ല ടൈറ്റായിട്ട് കെട്ടിയാൽ മാത്രമേ ആ ഒരു ഗ്യാപ്പ്, എന്നാലും ആ ഗ്യാപ്പ് മാറുന്നില്ല. അപ്പോൾ അതെനിക്കൊരു ചെറിയ ഡിസ്കംഫർട്ടായിട്ട് തോന്നി. പിന്നെ കൂടുതൽ ടൈറ്റ് ചെയ്ത് കെട്ടാൻ പാടില്ല, കാരണം ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടന്നില്ലെന്നുണ്ടെങ്കിലും ഹെൽത്ത് വൈസ് അത് നല്ലതല്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ട്രാപ്പ് മാറ്റിയത്. ഇനി ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണും കൂടെ എടുത്തു വെച്ച് പറയാം. അപ്പോൾ ഇത് ഞാൻ സ്പീക്കറിൻ്റെ ഒരു കേസ് വാങ്ങിച്ച് അപ്ഗ്രേഡ് ചെയ്തതാണ്. സ്പീക്കറിൻ്റെ കേസ് മാത്രമല്ല, ഇതിൻ്റെ വാച്ച് സ്ട്രാപ്പ് എല്ലാം കൂടെ ഇതെനിക്ക് അത്യാവശ്യം വർത്തായിട്ട് തോന്നി. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആദ്യം ഒന്ന് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് കാണിച്ചായിരുന്നു. ഞാനിത് ഷവോമിയുടെ Note 7 ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു ബഗ് ഇഷ്യൂസൊക്കെ ഉണ്ട്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ല സൂപ്പറാണ്. കാരണം ഇതിൽ ഈ ഓട്ടോ ഡിറ്റക്ഷൻ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ഞാൻ നടന്നൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അത് ഓട്ടോ ഡിറ്റക്ട് ചെയ്യും. അതുപോലെ സൈക്കിൾ ചെയ്യുന്നതായിരുന്നു, അല്ലെങ്കിൽ എന്ത് തരം ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താലും വളരെ പെട്ടെന്ന് അതിനെ അനലൈസ് ചെയ്യാനും പറ്റുന്നുണ്ട്, അത് ഇനേബിളും ആവുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പിന്നെ സോഫ്റ്റ്വെയർ കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ കുറച്ചിത്തിരി ഒരു കോംപ്ലക്സ് ആയിട്ട് തോന്നി. മേ ബി ഞാനത് ഫസ്റ്റ് ടൈം ഇങ്ങനൊരു യൂസർ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. ഇതുമായിട്ട് കുറച്ചും കൂടെ യൂസ് ത്രൂ ആകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുമായിരിക്കാം. ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ബെറ്ററാണ്, കാരണം ഇതിനകത്ത് മാപ്പ്, നമുക്ക് നാവിഗേഷനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഞാൻ മെയിനായിട്ട് ഇതൊരു ഹെൽത്ത് ട്രാക്കറായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പുതിയൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നത് നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷേ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ സ്റ്റക്ക് ആവുക. ഞാൻ ഇന്നലെ മുതലേ ട്രൈ ചെയ്യുകയാണ്. അത് മേ ബി ഈ വാച്ചിൻ്റെ ബഗ് ആകാനുള്ള സാധ്യതയില്ല, മേ ബി സെർവറിൻ്റെ ഇഷ്യൂ ആവാം. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ഫോണിൻ്റെ ഇഷ്യൂ ആണോ, ഫോണിലുള്ള ബഗ്സ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. മേ ബി ഇത് കുറച്ച് പഴയ ഒരു OSും കൂടെയാണ്. ഇത് ഇങ്ങനെ ഡൗൺലോഡെന്ന് കാണിക്കുന്നുണ്ട്. ഡൗൺലോഡിങ് അപ്ഡേറ്റ് എന്ന് ഇതിനകത്ത് നോട്ടിഫൈഡ് ആവുന്നുണ്ട്. പക്ഷേ അത് ഇൻസ്റ്റലേഷൻ വരുമ്പോഴത്തേക്ക് കോപ്പിങ് അപ്ഡേറ്റ് എന്ന് രണ്ടിലും കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കോപ്പിങ് ഇൻസ്റ്റാൾ ആവുന്നില്ല. ഇത് ഞാൻ 2 ദിവസമായിട്ട്, ഇത് നേരത്തെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഈ ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ മെമ്മറിയുടെ ഇഷ്യൂ ഉണ്ടായിരിക്കും. മെമ്മറി അത്യാവശ്യം ഒരു 16 GB മെമ്മറി അങ്ങോട്ട് ഉണ്ട്. പക്ഷേ അന്ന് ഞാൻ പിന്നെ റീസെറ്റ് ചെയ്തപ്പോഴേ ഇത് കംപ്ലീറ്റ് ആയിട്ട്, പിന്നെ ഞാൻ ആവശ്യമില്ലാത്ത കുറേ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇട്ടായിരുന്നു. വാച്ചിനകത്ത് കുറേ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. മേ ബി അതൊക്കെ പിന്നെ ഞാൻ കംപ്ലീറ്റ് റീസെറ്റ് ചെയ്തപ്പോഴാണ് പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഇത് ഫേംവെയർ അപ്ഡേറ്റ് ആയത് എടുത്തു പറയുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ CMF ബൈ നത്തിങ് എന്ന് പറയുന്ന വാച്ചിൻ്റെ ഹാർഡ്വെയർ അപ്ഡേറ്റ് എന്നുള്ളൊരു ടേം മിസ്പെൽ ചെയ്ത് പറഞ്ഞതാണ്. അപ്പോൾ അതിനൊരാൾ വന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കമൻ്റ് ഇട്ട്, അറിയത്തില്ല, വളരെ കൂടുതലൊന്നും അറിയത്തില്ല. പിന്നെ ഞാനൊരു ടെക് ഏരിയ എന്നുള്ള ഒരാളല്ല, എങ്കിലും ഞാൻ BCA പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക് അപ്ഡേറ്റഡ് ആണ്. എല്ലാ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ടേംസ് ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് കൊണ്ട് കൺഫ്യൂസ് ആയിപ്പോൾ തിരിഞ്ഞു പോകാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഫേംവെയർ അപ്ഡേറ്റ് എന്നുള്ളത് പറഞ്ഞത് ജസ്റ്റ് മിസ്പെൽ ചെയ്തതാണ്. ഞാൻ അതിനകത്തത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ ഫേംവെയർ എന്നുള്ളത് എനിക്ക് എവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കമൻ്റൊക്കെ എഴുതാൻ വരുമ്പോഴത്തേക്ക് അതിനകത്ത് സഭ്യമായ ഭാഷയിൽ വിമർശിക്കാനും അല്ലെങ്കിൽ ക്രിട്ടിക്സ് ഒക്കെ ഞാനും ഇഷ്ടപ്പെടുന്നതാണ്. കാരണം നമ്മൾ ക്രിട്ടിക്സ് കൊണ്ട് മാത്രമേ നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സഭ്യമായ ഭാഷ അല്ലാതാകുമ്പോഴത്തേക്ക് ഞാൻ കൃത്യമായിട്ട് ഞാനത് ഇപ്പോൾ കമൻസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അതും ഒരു അൽഗോരിതം വെച്ചിട്ട് അതും ഒരു വൈറാലിറ്റിക്ക് സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉള്ളതിനൊന്നും വെച്ചേക്കത്തില്ല. ഞാൻ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്ത് കളയണിയുന്ന അങ്ങനെയുള്ള യൂസേഴ്സിന്. ഞാൻ ആരുടെയും ചാനൽസിലോ അല്ലെങ്കിൽ ഞാൻ ആരുടെയും പ്രൈവറ്റ് സ്പേസിലൊന്നും പോയി അല്ലെങ്കിൽ പബ്ലിക്കായിട്ട്
ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ അതിനകത്ത് എനിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സ്യൽ ആംഗിളോ ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്ത് സ്വകാര്യമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുള്ളൂ. അല്ലാതെ ഞാൻ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും വന്ന് ഒരു രീതിയിലും ആരെയും ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഐ മീൻ നെഗറ്റീവ് കമൻസ് ഇടുക, തെറി പറയുക, ഇങ്ങനെയുള്ള ഒരു സംഭവമൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ നിർബന്ധമാണ് ഞാൻ ഇതുവരെ അത് മോണിറ്റർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. കാരണം എൻ്റെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്രൂവ് ചെയ്താലേ അത് കമൻ്റ് ആകത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സഭ്യമായ വിമർശനങ്ങളൊക്കെ ഞാൻ സ്വീകരിക്കും, വളരെ വെൽക്കം ചെയ്യും, അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അതിനകത്ത് എവിടെയെങ്കിലും തെറിയുടെ ഭാഷയോ അല്ലെങ്കിൽ സഭ്യമല്ലാത്തൊരു ഭാഷയുടെ ഒരു വിനിയോഗം വരുമ്പോഴത്തേക്ക് ഞാനത് അങ്ങനെയുള്ളവരെ അങ്ങ് ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. ഇതാണ് പ്രശ്നം, ഇത് അപ്ഡേറ്റ് ആവുന്നില്ല. വാച്ചിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവുന്നില്ല. അതങ്ങനെ വന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് ട്രൈ ചെയ്യാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആപ്പിളിൻ്റെ സിരിയൊക്കെ പോലെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്, ബിഗ്സ്ബി എന്നാണ് അതിൻ്റെ പേര്. ഇതിപ്പോൾ ഞാൻ അതിന് പകരം ഗൂഗിൾ അസിസ്റ്റൻ്റ് ആക്കിയിട്ടുണ്ട്. ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വന്നിട്ട് ECG ഫംഗ്ഷനൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മേ ബി ഇത് ഒരുപാട് ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഇതുവരെ യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കര വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉള്ള റിപ്പബ്ലിക് ഡേ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന് ഒരുപാട് വില കുറയാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ക്ലാസിക് എഡിഷൻ തന്നെ ഇപ്പോൾ ഏതാണ്ട് 10,000 കിട്ടും. ഞാനിത് വാങ്ങിക്കുമ്പോൾ 8,000 സംതിങ് ആയിരുന്നു. മേ ബി ആ ഒരു റിപ്പബ്ലിക് ഡേ സെയിൽ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കുറയാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് എ ഹൈലി റെക്കമെൻഡഡ് പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് നിയർലി 30 എബോങ്ങാണ്ടൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നതാണ് ഇറങ്ങുന്ന സമയത്ത്. നിയർലി 40 ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത്രയും പ്രൈസ് കുറച്ച് കൊടുക്കുന്നത് ഇറ്റ്സ് റിയലി വർത്ത്. പിന്നെ എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് എങ്ങനെ പോയിരുന്നാലും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. പക്ഷേങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ അവർ കൃത്യമായിട്ട് തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി, അതായത് ഇപ്പോൾ കുറച്ച് പഴയ വർഷം ഇറങ്ങിയ ഒരു പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇതിൻ്റെ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് ബാറ്ററി ബാക്കപ്പ് നിയർലി 2 days കിട്ടുന്നുണ്ട്. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ബാറ്ററി പവർ സേവിങ് മോഡിലിടും. പവർ സേവിങ് മോഡിലിട്ടാലും നമുക്ക് കോൾസൊക്കെ വരും, നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും, അതുപോലെ തന്നെ ട്രാക്കിങ് നടക്കും. അപ്പോൾ ഇതെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിയർലി 2 days ഇതിന് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുമൊക്കെ സംഭവം ഡീല് വർത്താണ്, 100% വർത്ത് ഡീലാണ്. പിന്നെ ഞാൻ പൊതുവേ സാംസങ് പ്രോഡക്ട്സിന് എനിക്ക് അങ്ങനെ വലിയൊരു താല്പര്യമുള്ള ഒരു സംഭവമൊന്നുമല്ല. അധികം അങ്ങനെ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു ഈ ആൻഡ്രോയിഡ് ഫോണൊക്കെ വരുന്നതിന് മുന്നേ ഞാൻ സാംസങ്ങിൻ്റെ പ്രോഡക്ട്സ് RD എന്നിട്ടൊരു മോഡൽ ഉണ്ടായിരുന്നു, ഒരു ആൻറ്റിനയൊക്കെ ഉള്ള. പിന്നീട് പറയാനുള്ളത് ഈ സ്പിഗൻ കേസിനെ കുറിച്ചാണ്. ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഏതാണ്ട് ഒരു 1 month ആയി. വാങ്ങിച്ച് ഉടൻ തന്നെ ഞാനിത് വാങ്ങിച്ചായിരുന്നു. ഈ സ്പിഗൻ്റെ കേസ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ്. കാരണം പൊതുവേ നമ്മൾ ഇങ്ങനെയുള്ള വാച്ചസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അലുമിനിയം കേസിംഗ് ആണ്. മിക്കവാറും ഒക്കെ നമ്മൾ ഈ ഡോറിലൊക്കെ നടന്നു പോകുന്ന സമയത്ത് തട്ടി, ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് വന്നിട്ട് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്റ്റഡ് ഒക്കെയാണ്. പക്ഷേ എങ്കിലും ഇതിൻ്റെ സൈഡ്സ് ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലാസ് ഒക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പറയാൻ പറ്റത്തില്ല, സ്ക്രാച്ചസ് ഒക്കെ വീഴുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് വാങ്ങിച്ചിട്ടത്, അല്ലെങ്കിൽ ഈ ഒരു വാച്ച് സ്ട്രാപ്പ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കേസ്. അപ്പോൾ സംഭവം നല്ല ക്വാളിറ്റി സ്റ്റഫാണ്. പിന്നെ നല്ല റഗ്ഡാണ്, അത്യാവശ്യം നല്ല ഒരു ആർമർ ഗ്രേഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. പിന്നെ സിലിക്കണാണോ എന്ന് സംശയമുണ്ട്. അതൊരു പ്ലാസ്റ്റിക്കും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. പോളിയൂറത്തീൻ, പോളിയൂറത്തീൻ എന്ന് പറയുന്ന പോളിയൂറത്തീൻ തന്നെ. PU റബ്ബർ, PU സ്ട്രാപ്പാണ്, നല്ല ആർമർ ഗ്രേഡാണ്. ഇപ്പോൾ വാച്ച് ഇത്രയും നാൾ യൂസ് ചെയ്താൽ എനിക്ക് ഭയങ്കര ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം എൻ്റെ ഒരു ടച്ച് റെസ്പോൺസ് തന്നെ എടുത്താലും അതുപോലെ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് ശരിക്കും ഒരു മിനി സ്മാർട്ട് ഫോൺ എന്നുള്ള നിലയിൽ വെച്ച് യൂസ് ചെയ്യാവുന്ന, അതിനകത്ത് പ്രോസസ്സർ വരെ ഉണ്ട്. അതാണ് ശരിക്കും ഈ സ്മാർട്ട് വാച്ചസിൽ ആപ്പിളിനും സാംസങ്ങിനും ഇത്രയും വില വരുന്നതിന് കാര്യം. അവരുടെ കയ്യിൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ഒരു CPU യൂണിറ്റ്, റാൻഡം ആക്സസ് മെമ്മറി, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുഞ്ഞ് മിനി കമ്പ്യൂട്ടർ, ഒരു വാച്ച് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സാധനമാണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവരുടെ പ്രോഡക്ട്സിന് ഇത്രയും വില. അത്യാവശ്യം നല്ല ക്ലോക്ക് സ്പീഡുള്ള CPU ആണ്. എൻ്റെ പർപ്പസിനെ ശരിക്കും മീറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. ആൻഡ് ഇറ്റ്സ് റിയലി വർത്ത് ഫോർ മണി. സ്പെൻഡ് ചെയ്ത പൈസയ്ക്ക് എന്തുകൊണ്ടും 100% വർത്ത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ECG എടുക്കാനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ അത് അപ്ഡേറ്റ് ആയാലേ അറിയാൻ പറ്റും. അത് അപ്ഡേറ്റ് ആയിട്ട് അത് അത്രയും ഭയങ്കര ഒരു പ്രിസൈസ് ആവണമെന്നൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, ഹാർട്ട് റേറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട്, വളരെ ഒരു പ്രിസൈസ് ആയിട്ട് തോന്നി. പിന്നെ ഈ അസിസ്റ്റൻ്റ് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് എടുത്തിട്ട്
നമുക്ക് റിമൈൻഡറൊക്കെ സെറ്റ് ചെയ്യാം. എനിക്കത് മെയിൻ ആയിരുന്നു, റിമൈൻഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഇല്ലെങ്കിൽ ഞാൻ പല കാര്യങ്ങളും മറന്നു പോകും. അപ്പോൾ ഇത് ഗൂഗിളിൽ റിമൈൻഡർ സെറ്റ് ചെയ്തിട്ട് അത് നോട്ടിഫൈ ചെയ്യിപ്പിക്കാനും അലാറമായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതുവരെയുള്ള 2 മാസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ 100% വർത്ത്. നിങ്ങളും ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദിസ് വൺ ഇസ് റിയലി വർത്ത്. 8,000 ഒക്കെ അങ്ങ് സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വാങ്ങിക്കാൻ പറ്റും. മേ ബി ഒരു 8 താഴെയും വില വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മാഗ്നറ്റിക് ചാർജറാണ്. ഞാൻ ചാർജർ ഇനി എടുത്തില്ല. ചാർജർ വന്നിട്ട് ഇതിലാണ് പ്രോപ്പർ മാഗ്നറ്റിക് ചാർജർ. ഇതിലും ആപ്പിളിലും മാത്രമേ അങ്ങനെ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളതൊക്കെ നോർമൽ ചാർജിങ് തന്നെയാണ്, പക്ഷേ എങ്കിലും അതിലൊരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റും കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതേസമയം ഇത് സാംസങ്ങിലും ആപ്പിളിലും മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള മാഗ്നറ്റിക് ചാർജിങ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഗാലക്സി വാച്ച് 4 ഒരു 10 ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കുറച്ചും കൂടെ ക്ലാസിക് എന്ന് പറയുന്ന ഒരു എഡിഷനും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും നോക്കുക, ഈ ഒരു പ്രോഡക്റ്റ് 100% വർത്താണ് ഫോർ ദ പ്രൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.